ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉച്ചയ്ക്കായാലും രാത്രിയിലായാലും ഒക്കെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള നല്ലൊരു ബട്ടൂരയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന വെള്ളക്കടല കൊണ്ടുണ്ടാക്കുന്ന കറിയുണ്ടല്ലോ, ചന മസാല, അതും ഏറ്റവും സ്വാദോടെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാമേ. ഇനി നമുക്ക് ബട്ടൂര എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാമേ. ഇപ്പം ഞാൻ ആ പാത്രത്തിലോട്ട് എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ. ചൂട് ഒരുപാട് കൂടി പോവില്ല. അതിലോട്ട് ഇട്ട് കൊടുത്തത് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയുമാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് അടച്ച് മാറ്റി വെക്കാം. ഇനി നമുക്കത് ഫെർമെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാമേ. ദേ ഇപ്പം നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്ക് ആവശ്യമുള്ള മൈദ എടുക്കാമേ. അതിനായിട്ട് 250 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് അളന്നെടുത്തിരിക്കുന്നത്. പിന്നെ അതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണേ. ബട്ടൂര തയ്യാറാക്കാനായിട്ട് മൈദ മാത്രമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മൈദയും 1/2 കപ്പ് ആട്ടയും കൂടി മിക്സ് ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി ഇപ്പം ഞാൻ അതിലോട്ട് ചേർക്കുന്നത് ഉടച്ച നല്ല തൈരാണ്. ഒരുപാട് അങ്ങ് പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ ഫെർമെന്റ് ചെയ്താൽ വെച്ചിരിക്കുന്ന പാലും ഒക്കെ കൂടെ ഇല്ലേ, അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വളരെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരിച്ചിരി പോലും വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല. ഇത്രയും പാലും തൈരും ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ചാൽ മതി കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള പാലൊഴിച്ച് തന്നെ കുഴയ്ക്കുന്നതാണ് നല്ലത്. അല്ല, പാലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമായാലും കുഴപ്പമില്ല. വെള്ളമോ പാലോ വീണ്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂണായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളേ. നമ്മുടെ ഈ ബട്ടൂരയുടെ മാവ് കുറച്ച് കൂടുതൽ അയവായി പോയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇട്ട് പിന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. അത് കുഴയ്ക്കുന്ന ടൈം കൊണ്ട് ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറന്നു പോകരുതേ. ഇപ്പം നമ്മുടെ മാവൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ഇരുന്ന പാത്രത്തിലോട്ട് തന്നെ നന്നായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ തടവിയിട്ട് ആ കുഴച്ച മാവിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിലും നല്ലതായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ തടവി ആ പാത്രത്തിൽ വെച്ചിട്ട് നനഞ്ഞ നല്ലൊരു ടവൽ കൊണ്ട്, നല്ല വൃത്തിയുള്ളൊരു ടവൽ കൊണ്ട് അതൊന്ന് മൂടി കൊടുക്കണേ. നമ്മളുടെയൊക്കെ ക്ലൈമറ്റിൽ ഒരു 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അതൊക്കെ നന്നായിട്ട് ആ ഈസ്റ്റൊക്കെ വർക്ക് ചെയ്തിട്ട് നന്നായിട്ടത് പൊങ്ങി വരും. നല്ല തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ചിലപ്പോൾ 2-2.5 മണിക്കൂർ എടുക്കുവേ. ഇപ്പോൾ ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ കുഴച്ച് വെച്ച ആ ഒരു മാവ് ഡബിളായി വന്നിട്ടുണ്ട്. ഇതേ കണ്ടോ, നേരത്തെ ഇതിനെക്കാട്ടിലും വളരെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതെടുത്ത് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഉരുളകൾ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് വീണ്ടും ആ നനഞ്ഞ ടവൽ കൊണ്ട് തന്നെ മൂടി വെക്കണേ. അല്ല, ഇത് കാറ്റ് അടിച്ച് അത് ഉണങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ വൃത്തിയായിട്ട് പരത്തിയെടുക്കാനും പറ്റില്ല. അതിരുന്ന് ഹാർഡായി പോവും അതിൻ്റെ മുകൾ ഭാഗമൊക്കെ. നമ്മൾ ആ ഉരുള എടുത്ത് വെക്കുന്ന പാത്രത്തിലായാലും പരത്തിയിടുന്ന പാത്രത്തിലായാലും വളരെ ലൈറ്റായിട്ട് കുറച്ച് പൊടി തടവിയിട്ട് വേണം എടുത്തു വയ്ക്കാനായിട്ട്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിപ്പിടിക്കും. പ്രത്യേകിച്ച് നമ്മൾ ബട്ടൂരയ്ക്ക് പരത്തി കഴിഞ്ഞിട്ടാണ് അങ്ങനെ പൊടിയില്ലാത്ത പാത്രത്തിൽ വെക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സർഫസിൽ എവിടെയാണോ വെക്കുന്നത് അവിടെ അങ്ങോട്ട് പിടിക്കുമേ. അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട്, പൊടി ഒരുപാട് കൂടിയും പോരുത് കേട്ടോ. നമ്മൾ ബട്ടൂര പരത്തുമ്പോഴായാലും ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അങ്ങ് പൊടിയിട്ട് പരത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അതുപോലെ എല്ലായിടത്തും ഒരേ തിക്നെസ് വരുന്ന രീതിയിൽ വേണം നമ്മൾ പരത്തി കൊടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ അതൊരുപോലെ നന്നായിട്ട് പൊള്ളി ഇങ്ങനെ കുടുന്നു വരത്തില്ല. ഇപ്പം തൽക്കാലം ആവശ്യമുള്ള രണ്ടും പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ആ എണ്ണയുടെ അടിയിലോട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് പെതുക്കെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്പാച്ചുല കൊണ്ട് തന്നെ ആ എണ്ണയൊന്ന് ബട്ടൂരയുടെ മുകളിലോട്ട് ഇങ്ങനെ തട്ടി വെച്ചിരുന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് നന്നായിട്ട് പരത്തിയതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ നന്നായിട്ട് പൊങ്ങി വരുവേ. പിന്നെ ചൂട് ഒരുപാട് അങ്ങ് കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വറുത്തെടുക്കാവുള്ളേ. ബട്ടൂരയുടെ കൂടെ കോമ്പിനേഷനായിട്ട് നമുക്ക് ചിക്കനോ മട്ടനോ ബീഫോ എന്ത് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. പക്ഷേ എനിക്ക് ഇതിൻ്റെ കൂടെ ഏറ്റവും നന്നായിട്ട് യോജിച്ച് പോകുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് ചന മസാലയാണ്. നല്ലൊരു ചന മസാലയുടെ റെസിപ്പി ഞാൻ ട്യൂസ്ഡേ പോസ്റ്റ് ചെയ്യാമേ. അപ്പോൾ ഈ 2 വീഡിയോയുടെയും ഇതേ റെസിപ്പി ഫോളോ ചെയ്ത് തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് തെറ്റിപ്പോകത്തില്ല. അതുകൊണ്ട് ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് ശരിയായോ ഇല്ലയോ എന്നും കൂടെ ഒന്ന് അറിയിക്കാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. അപ്പം കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്